സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി പ്രകാരം നഷ്ടപരിഹാരം ലഭിക്കാത്ത 18 കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എത്തിയത്. കുടിൽകെട്ടി താമസ സൗകര്യം ഒരുക്കുന്ന ശ്രമത്തിലാണ് എല്ലാവരും. മുൻപ് ഇവിടെ ഇവർ താമസിച്ചിരുന്ന വീടുകൾ ഇല്ലാതായതോടെ താമസിക്കാനായി ഇനി പുതിയ വീടുകൾ പണിയണം. വനത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ നൽകുമെന്ന് പറഞ്ഞ നഷ്ടപരിഹാര തുക കിട്ടിയാൽ മാത്രമേ ഇനി പോവുകയുള്ളൂ എന്നാണ് ഇവരുടെ നിലപാട്. എവിടെയെങ്കിലും സ്ഥലം തരിക, അല്ലെങ്കിൽ ഇതിന് തക്കതായ നഷ്ടപരിഹാരം തരിക, അതിൽ ഏതെങ്കിലും ഒന്നല്ലേ മരണം, ഇതിലേതെങ്കിലും ഒരു തീരുമാനമാവാൻ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. 2012 ഏപ്രിൽ 9 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 24 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകി വനത്തിൽ നിന്നും കുടിയിറക്കിയത്. പക്ഷേ ബാക്കിയുള്ള 18 കുടുംബങ്ങളും നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി. എന്നാൽ നഷ്ടപരിഹാരം ലഭിച്ചില്ല. തിരിച്ച് വനത്തിലെത്തിയ ഇവരെ കാത്തിരുന്നത് കാട്ടാന ഉൾപ്പെടെയുള്ളവയുടെ ശല്യമാണ്. മരത്തിന് മുകളിൽ ഏറുമാടമുണ്ടാക്കി അവിടെയാണ് അന്തി ഉറങ്ങുന്നത്. തീ കൂട്ടി കാട്ടാനകളെ ഓടിച്ചാണ് പ്രതിരോധം. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളതിനാൽ കാടിനുള്ളിലെ ഇവരുടെ ജീവിതം ദുരിതം തന്നെ. സർക്കാർ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണിവർ. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക കിട്ടിയാൽ മാത്രമേ ഈ വനഭൂമിയിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോവുകയുള്ളൂ. വയനാട്ടിലെ കൊട്ടങ്കര വനമേഖലയിൽ നിന്നും ക്യാമറാമാൻ വി സുശാന്തിനൊപ്പം ബിനോയ് രാജൻ, ഇന്ത്യ വിഷൻ.